ഹായ് ഡിയർ സ്റ്റുഡൻസ്, മാനേജറിയൽ ഇക്കണോമിക്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂളായിട്ടുള്ള പ്രൊഡക്ഷൻ അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പ്രൊഡക്ഷൻ എന്നുള്ളത് നമുക്കറിയണമല്ലേ. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻപുട്സിനെ ഔട്ട്പുട്ടാക്കി കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുക. പ്രൊഡക്ഷൻ സിംപ്ലി മീൻസ് കൺവേർഷൻ ഓഫ് ഇൻപുട്ട് ടു ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും അതിനെ നമ്മൾ എന്ത് പറയുക? ഇൻപുട്ട് എന്ന് പറയാം. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാലോ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ്. ഫൈനലി നമുക്ക് കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് അതിനെയാണ് എന്ത് പറയുക? ഔട്ട്പുട്ട് എന്ന് പറയാം. സോ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഇൻപുട്സിനെ ഔട്ട്പുട്ടായി കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് പ്രൊഡക്ഷനെ എഡ്വേർഡ് ബുഫ എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റ് അദ്ദേഹം എങ്ങനെയാണ് പ്രൊഡക്ഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. പ്രൊഡക്ഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ക്രിയേറ്റഡ്. ഗുഡ്സും സർവീസസും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രൊഡക്ഷൻ. അതാണ് എഡ്വേർഡ് ബുഫ എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രൊഡക്ഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഏതൊരു പ്രൊഡക്റ്റും അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് വേണം, വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണ്ടേ? അതായത് ഒരുപാട് റിസോഴ്സസ് വേണം. അപ്പോൾ ഈ റിസോഴ്സസിനെ എല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? പ്രൊഡക്ഷൻ നടത്തുന്നത്. സോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ് അല്ലെങ്കിൽ എലമെന്റുകൾ ഏതൊക്കെയാണ്? മെയിൻ ആയിട്ട് നമ്മൾ അതിനെ 4ആയാണ് ക്ലാസിഫൈ ചെയ്യുക. ഏതൊക്കെയാണ് നമുക്ക് അറിയുന്നതാണ്, ജനറലി കോമൺ ആയിട്ട് അറിയുന്നതാണ്. ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട് അല്ലേ? യെസ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് അക്കോർഡിംഗ് ടു മാർഷാൽ. നമ്മുടെ മാർഷാൽ എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ ഇനി ഇതിൽ ആദ്യം എന്താണ് ലാൻഡ്? ലാൻഡ് എന്താന്ന് നോക്കാം. ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ഓൾ മിനറൽസ്, എല്ലാ മിനറൽസും, റിവേഴ്സും, സീസും, ഓഷ്യൻസും, മൗണ്ടെയിൻസും, ഫോറസ്റ്റും, അഗ്രികൾച്ചറൽ ലാൻഡും, എയറും, സൺഷൈനും, ഇങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ലാൻഡ്. ദാറ്റ് മീൻസ് ഓൾ നാച്ചുറൽ റിസോഴ്സസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ നാച്ചുറൽ റിസോഴ്സസിനെയും ചേർത്താണ് നമ്മൾ ലാൻഡ് എന്ന് പറയാം. സോ ലാൻഡിന്റെ പെക്യുലിയാരിറ്റീസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ലാൻഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ലാൻഡ് എന്ന് പറയുന്നത് നാച്ചുറിന്റെ ഒരു ഫ്രീ ഗിഫ്റ്റ് ആണ്, നാച്ചുറൽ ഗിഫ്റ്റ് ആണ് ലാൻഡ് എന്ന് പറയുന്നത്. ലാൻഡിന്റെ സപ്ലൈ അത് ഫിക്സ്ഡ് ആണ്, നമുക്കത് ഇൻക്രീസ് ചെയ്യാനൊന്നും പറ്റില്ല. അതേപോലെ അതൊരു ലിമിറ്റഡ് ആണ്, അത് ഫിക്സ്ഡ് ആണ്, ലിമിറ്റഡ് ആണ്, നമുക്ക് ആർട്ടിഫിഷ്യൽ ആയി ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. ദെൻ ലാൻഡ് എന്ന് പറയുന്നത് പെർമനന്റ് ആണ്, അത് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ല, ഇമ്മൊബൈൽ ആണ്. ദെൻ ഒരു പ്ലേസിലെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു ലാൻഡിന്റെ ഗുണം എന്ന് പറയുന്നത് വേറെ പ്ലേസ് ടു പ്ലേസ് ഡിഫറെന്റ് ആയിരിക്കും, വാരി ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ലാൻഡ് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഒരു പാസീവ് ഫാക്ടർ ആണ്. ദെൻ ലാൻഡിന് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇല്ല, അത് പ്രൊഡക്ഷൻ്റെ ഒരു പ്രൈമറി ഫാക്ടർ ആണ്. ലാൻഡ് എന്ന് പറയുന്നത് നാച്ചുറൽ ഗിഫ്റ്റ് ആണ്, ഫിക്സ്ഡ് ആണ്, ലിമിറ്റഡ് ആണ്, പെർമനന്റ് ആണ്, ഇമ്മൊബൈൽ ആണ്, ഒരു പ്രൈമറി ഫാക്ടർ ആണ്, പാസീവ് ഫാക്ടർ ആണ്. ലാൻഡിന്റെ ഫെർട്ടിലിറ്റി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് ഡിഫറെന്റ് ആയിരിക്കും. ലാൻഡിന് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇല്ല. ഇനി ലേബർ എന്ന് പറയുന്ന സെക്കൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇറ്റ് ഈസ് എ ലിവിങ് ഫാക്ടർ, അതൊരു ലിവിങ് ഫാക്ടർ ആണ്. ഇൻ ഇക്കണോമിക്സ് ലേബർ മീൻസ് ദ മെന്റൽ ഓർ ഫിസിക്കൽ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ. ഒരു വ്യക്തി ചെയ്യണ മെന്റൽ ഓർ ഫിസിക്കൽ വർക്ക്, അതായത് ഇൻകം ഏൺ ചെയ്യാൻ, വരുമാനത്തിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി ചെയ്യുന്ന മെന്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ വർക്കിനെയാണ് എന്ത് പറയുക? ലേബർ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ലേബർ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ഫാക്ടർ ആണ്. അത് ലേബറിൽ നിന്ന് അദ്ദേഹത്തിന്റെ ലേബറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ലേബർ എന്ന് പറയുന്നത് ഇൻസെപ്പറബിൾ ആണ്. ദെൻ ലേബറർ എന്താ ചെയ്യണത്? നമ്മൾ വ്യക്തികളൊക്കെ എന്താ ചെയ്യണത്? നമ്മുടെ സർവീസിനെ, ദാറ്റ് മീൻസ് നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ വർക്കിനെ സെല്ല് ചെയ്യാണ് ചെയ്യണത്. ദെൻ ലേബർ പെരിഷബിൾ ആണ്. ലേബർ എന്ന് പറയുന്നത് ഒരു
ആക്റ്റീവ് ഫാക്ടർ ആണ്. ഓരോരുത്തരുടെയും എഫിഷ്യൻസി, ലാബറേഴ്സിന്റെ എഫിഷ്യൻസി എന്താണ്? ഇപ്പൊ ഞാൻ ചെയ്യണ പോലെ ആവില്ല വേറൊരാൾ ചെയ്യുക, അതുപോലെ ആവില്ല മറ്റൊരാൾ ചെയ്യുക. സോ ലാബറേഴ്സിന്റെ എഫിഷ്യൻസി, കാര്യക്ഷമത ഡിഫറെന്റ് ആയിരിക്കും. ലാബർ എന്ന് പറയുന്നത് ലെസ് മൊബൈൽ ആണ്. നമ്മുടെ മറ്റു ഗുഡ്സ് ആൻഡ് സർവീസസ്, ക്യാപിറ്റൽ ഗുഡ്സും അതർ ഗുഡ്സ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ലാബറുടെ മൊബിലിറ്റി എന്ന് പറയുന്നത് കമ്മിയാണ്. ദെൻ അതുപോലെ തന്നെ ലാബർ ഇസ് ദ മീൻ ആസ് വെൽ ആസ് എൻഡ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ ഇതൊക്കെയാണ് ലാബർ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുള്ളത്. ദെൻ പിന്നെ വരുന്ന ഫാക്ടർ ആണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ മാൻമെയ്ഡ് കാര്യങ്ങളെയും അല്ലെങ്കിൽ എല്ലാ മാൻമെയ്ഡ് തിങ്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയാം. ക്യാപിറ്റൽ അത് മേ ബി മെഷീനറി ആവാം, മെറ്റീരിയൽ ആവാം, ബിൽഡിംഗ് ആവാം, മണി ആവാം ആൻഡ് സോ ഓൺ. സോ ഓൾ ദോസ് മാൻമെയ്ഡ് ഗുഡ്സ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ, അതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന മാൻമെയ്ഡ് ഗുഡ്സിനെ അല്ലെങ്കിൽ മാൻമെയ്ഡ് തിങ്സിനെയാണ് പറയണത് ക്യാപിറ്റൽ എന്നുള്ളത്. ദെൻ ക്യാപിറ്റൽ ഒരു മാൻമെയ്ഡ് റിസോഴ്സ് ആണ്, അതൊരു പാസീവ് ഫാക്ടർ ആണ്, അത് ഡ്യൂറബിൾ ആണ്, ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നതാണ്, അതിന് ഡിപ്രീസിയേഷൻ, തേയ്മാനം സംഭവിക്കും. ദെൻ ക്യാപിറ്റലിന്റെ സപ്ലൈ ഇലാസ്റ്റിക് ആണ്, ഡിമാൻഡിനനുസരിച്ച് ചേഞ്ചസ് വരുന്നതാണ്. അതുപോലെ തന്നെ അത് മൊബൈൽ ഫാക്ടർ ആണ്. ദാറ്റ് മീൻസ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാം, അല്ലെങ്കിൽ അതിന് മൊബിലിറ്റി ഉണ്ട്. പൈസ ആയിക്കോട്ടെ, മെഷീനറി ആയിക്കോട്ടെ, മറ്റ് ഇക്വിപ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? മൂവബിൾ ആണ്. അപ്പൊ അതാണ് ക്യാപിറ്റലിന്റെ പ്രത്യേകത. ദെൻ what are the difference between land and capital? ലാൻഡ് അതേപോലെ ക്യാപിറ്റൽ, ഈ രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെയും ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ലാൻഡ് എന്ന് പറയുന്നത് നാച്ചുറിന്റെ ഒരു ഫ്രീ ഗിഫ്റ്റ് ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് മാൻമെയ്ഡ് ആണ്. ലാൻഡ് എന്ന് പറയുന്നത് ഇമ്മൊബൈൽ ആണ്, ക്യാപിറ്റൽ മൊബൈൽ ആണ്. ലാൻഡിന്റെ സപ്ലൈ ഫിക്സഡ് ആണ്, ക്യാപിറ്റലിന്റെ സപ്ലൈ എന്താണ്? ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതാണ്. ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലൈ ഓഫ് ലാൻഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രൈസ്. പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടും, അല്ലെങ്കിൽ പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയും, അങ്ങനെയൊന്നും ലാൻഡിന്റെ കേസിൽ പോസിബിൾ അല്ല. പക്ഷെ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ പ്രൈസിനനുസരിച്ചിട്ട് സപ്ലൈയിൽ വ്യത്യാസം വരുത്തുന്നുണ്ട്. ദെൻ ലാൻഡ് എന്ന് പറയുന്നത് പെർമനന്റ് ആണ്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് പെരിഷബിൾ ആണ്. ഇനി ദ ലാസ്റ്റ് ഫാക്ടർ, ഇപ്പൊ നമ്മൾ ലാൻഡ് പറഞ്ഞു, ലാബർ പറഞ്ഞു, ക്യാപിറ്റൽ പറഞ്ഞു. ഇനി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ ദ ഫൈനൽ വൺ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്റർപ്രൈസ് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ലാൻഡ്, ലാബർ, ക്യാപിറ്റൽ, അതെല്ലാം പല പ്ലേസസിൽ, ഡിഫറെന്റ് പ്ലേസസിൽ സിറ്റുവേറ്റ് ചെയ്യുന്നതാണ്. അതിനെല്ലാം ഒന്നിച്ച് ബോട്ട് ടുഗദർ ടു മേക്ക് പ്രൊഡക്ഷൻ. വേണ്ടേ? പ്രൊഡക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ അതിനെല്ലാം എന്ത് ചെയ്യണം? ഒന്നിച്ചു കൊണ്ടുവരണം. അപ്പൊ ഇത്തരത്തില് ബ്രിങ്ങിങ് ടുഗദർ വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് കോൾഡ് ഓർഗനൈസേഷൻ. എവിടെയാണോ നമ്മൾ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ ഒന്നിച്ചു കൊണ്ടുവരണത്, ആ പ്ലേസ് ആണ് ഓർഗനൈസേഷൻ. അല്ലെങ്കിൽ ഇത്തരത്തില് എല്ലാ ഫാക്ടേഴ്സിനെയും ഒന്നിച്ചു കൊണ്ടുവരുന്നതിനെയാണ് ബ്രിങ്ങിങ് ടുഗദർ, അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്റർപ്രൈസ് എന്ന് പറയണത്. അപ്പൊ നമ്മൾ എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു, അതിന്റെ മീനിങ് പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞു, അതിന്റെ ലാൻഡ്, ലാബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്ന് പറയുന്ന 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പറഞ്ഞു, അതിന്റെ എല്ലാം ഫീച്ചേഴ്സ് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ള മറ്റൊരു ടോപ്പിക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഫങ്ഷണൽ റിലേഷൻഷിപ്പ്, അതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മീൻസ് the functional relationship between input and output. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഫങ്ഷണൽ റിലേഷൻഷിപ്പിനെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? Q is equal to F into L K T and up to N. So Q എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണ്, L എന്ന് പറയുന്നത് ലാബർ ആണ്, K എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്, T എന്ന് പറയുന്നത് ടെക്നോളജി ആണ്, N അപ് ടു N എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത് ഇനി ആ ഒരു പ്രൊഡക്ഷനെ നമ്മൾ എംപ്ലോയ് ചെയ്യണ മറ്റ് ഇൻപുട്ട് ഫാക്ടേഴ്സ്. സോ Q is equal to ഫംഗ്ഷൻ ഓഫ് L K T അപ് ടു N. അതാണ് എന്ത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇനി പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ കുറച്ച് അസംഷൻസ് തന്നിട്ടുണ്ട്. ടെക്നോളജി കോൺസ്റ്റന്റ് ആണ്, ടെക്നോളജിയിൽ മാറ്റില്ല. അതേപോലെ ഫേം അതിന്റെ മാക്സിമം ലെവൽ ഓഫ് എഫിഷ്യൻസി എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ
ഇറ്റ് റിലേറ്റ്സ് ടു എ പാർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ടൈം. ഒരു പാർട്ടിക്കുലർ പീരീഡ് വരെ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ടൈം വരെ മാത്രമാണ് പ്രൊഡക്ഷൻ നടത്തുന്നുള്ളൂ. ദെൻ ദർ ആർ 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ലേബർ ക്യാപിറ്റൽ എന്ന് പറയുന്ന 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്നുള്ളൂ. ദെൻ അതുപോലെ തന്നെ എ ചേഞ്ച് ഇൻ വേരിയബിൾ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് കറസ്പോണ്ടിങ് ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട്. അതായത് വേരിയബിൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നമ്മൾ മാറ്റം വരുത്തുമ്പോൾ ഔട്ട്പുട്ട് മാറുന്നുണ്ട്. ദെൻ ഇൻപുട്സ് ആർ ഡിവിസിബിൾ ഇൻ ടു മോസ്റ്റ് വയബിൾ യൂണിറ്റ്സ്. ഇൻപുട്സിനെ മോസ്റ്റ് വയബിൾ ആയിട്ടുള്ള യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ അസംഷൻസിൽ പറഞ്ഞിട്ടുള്ളത്. ടെക്നോളജി മാറ്റില്ല, ഫേം അതിന്റെ മാക്സിമം എഫിഷ്യൻസി യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു പർട്ടിക്കുലർ പീരീഡ് വരെ മാത്രമാണ് ഇതുള്ളത്. അവിടെ 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ലേബറും ക്യാപിറ്റലും. ദെൻ വേരിയബിൾ ഫാക്ടേഴ്സിൽ മാറ്റം വരുത്തുമ്പോൾ ഔട്ട്പുട്ട് മാറുന്നുണ്ട്. ഇൻപുട്സിനൊക്കെ മോസ്റ്റ് വയബിൾ യൂണിറ്റ്സിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? ദി ഇൻപുട്സ് ക്യാൻ ഡിവിസിബിൾ ഇൻ ടു മോസ്റ്റ് വയബിൾ യൂണിറ്റ്സ്. സോ ഇത്തരത്തിലാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ അസംഷൻസ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് മാനേജറിയൽ യൂസസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷന് മാനേജ്മെന്റ് തലത്തിൽ എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഉള്ളത്? അതിലാദ്യം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മിനിമൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ ഏതൊക്കെ ഫാക്ടേഴ്സ് ഏതൊക്കെ കോമ്പിനേഷനിൽ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ലീസ്റ്റ് കോസ്റ്റ് ഫാക്ടർ കോമ്പിനേഷൻ ഏതാണെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സഹായിക്കുന്നുണ്ട്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ, കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ, ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ എങ്ങനെ മാക്സിമം പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു തരുന്നുണ്ട് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ദെൻ അതുപോലെ തന്നെ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് അത് എത്ര വേണം, ഒപ്റ്റിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് തീരുമാനിക്കാൻ സഹായിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഭാവിയിലേക്ക് ഫ്യൂച്ചറിലേക്കുള്ള പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. മാനേജ്മെന്റിന് പ്രൊഡക്ഷനുമായി റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കോസ്റ്റുമായിട്ടും ഔട്ട്പുട്ടായിട്ടും പ്രൈസിങ്ങൊക്കെയായി റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റ് ഡിസിഷൻസ് എടുക്കാൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സഹായിക്കുന്നുണ്ട്. അതാണ് മാനേജറിയൽ യൂസസിൽ പറയണത്. ലീസ്റ്റ് കോസ്റ്റ് ഫാക്ടർ കോമ്പിനേഷൻ തീരുമാനിക്കാൻ സഹായിക്കുന്നു, ഒപ്റ്റിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ സഹായിക്കുന്നു, പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യാൻ സഹായിക്കുന്നു, ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു. ഇപ്പൊ നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞു, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ അസംഷൻസ് പറഞ്ഞു, അതിന്റെ മാനേജറിയൽ യൂസസ് പറഞ്ഞു. ഇനി അടുത്തത് വരുന്നതാണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പോൾ എച്ച് ഡഗ്ലസ് ആൻഡ് CW കോബ്, ഈ 2 ഇക്കണോമിസ്റ്റുകൾ, US-ലുള്ള ഈ 2 ഇക്കണോമിസ്റ്റുകൾ കൂടി ചേർന്നാണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ത് ചെയ്തിട്ടുള്ളത്? ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it refers to the production function in which one input can be substituted by other but to a limited extent. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് കുറെ ഇൻപുട്സ് ഉണ്ട് അല്ലെങ്കിൽ വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു ഇൻപുട്ടിന് പകരം മറ്റൊന്ന് എന്ത് ചെയ്യാൻ പറ്റും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയും, പക്ഷേ ഒരു ലിമിറ്റഡ് എക്സ്റ്റെന്റ് വരെ, ഒരു പരിധി വരെ എന്നുള്ളതാണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പറയണത്. പോൾ എച്ച് ഡഗ്ലസ് അതുപോലെ തന്നെ CW കോബ്, ഈ 2 ഇക്കണോമിസ്റ്റുകൾ കൂടി ചേർന്നിട്ടാണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവർ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ഇൻപുട്ടിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കാൻ കഴിയും, പക്ഷേ ഒരു പരിധി വരെ. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇങ്ങനെയാണ്. Q എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണ്. Q is equal to KL raised to A C raised to 1 minus A. ഇതിൽ Q എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണ്, L എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ലേബർ ആണ്, C എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ ആണ്, K A എന്ന് പറയുന്ന ലെറ്റേഴ്സ് എല്ലാം പോസിറ്റീവ് കോൺസ്റ്റൻസ് ആണ്. സോ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഒരു ഇൻപുട്ടിന് പകരം മറ്റൊന്ന് യൂസ് ചെയ്യാം, പക്ഷേ ഒരു പരിധി വരെ എന്നുള്ളതാണ് പറയണത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു, അതിന്റെ മീനിങ് പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞു, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാന്ന് പറഞ്ഞു, അതിന്റെ എല്ലാം പെക്യുലിയാരിറ്റീസ് പറഞ്ഞു, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പറഞ്ഞു, അതിന്റെ അസംഷൻസ് പറഞ്ഞു, അതിന്റെ മാനേജറിയൽ യൂസസ് പറഞ്ഞു, അതുപോലെ തന്നെ ഫൈനലി കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞു.
ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.